ഹലോ, വെൽക്കം ടു അവർ ചാനൽ ബേക്കിൽ കരസ്. നാളെ ജിന്നുവിന്റെ ബർത്ത്ഡേ ആണ്. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ജിന്നുവിന്റെ ബർത്ത്ഡേക്ക് ഞാനാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ യൂട്യൂബിൽ ലൈവായിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്തിരുന്നു. അത്യാവശ്യം ഓക്കെ ആയിട്ട് വന്നത്. അപ്പം ഈ വർഷം അത് തന്നെയാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷേ ലൈവ് അല്ല, ഇപ്രാവശ്യം എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ രാത്രി ഞാൻ ഉണ്ടാക്കിയിട്ട് പകുതി ഇന്ന് ഉണ്ടാക്കിയിട്ട് ബാക്കി നാളെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അത് കുറച്ച് ഇന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ നാളെ തീരുള്ളൂ. അപ്പം അതിൻ്റെ തുടക്കം എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഹാർട്ട് ഷേപ്പ് കേക്കാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ജിന്നു കേക്ക് ഉണ്ടാക്കി തരും കേട്ടോ. ഞാനിതപ്പം ഞാൻ അതിൻ്റെ ഡെക്കറേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം കുറച്ച് കൽക്കണ്ടം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട്, പിങ്ക് കളറുണ്ട്, ഒരു ഇത് ഇങ്ങനെ പരത്താനുള്ളൊരു സാധനമുണ്ട്, പിന്നെ ഇത് കൽക്കണ്ടം പിടിച്ച് പൊടിക്കാനുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങളൊക്കെ കൊണ്ട് തിയറി എനിക്കറിയാം, പ്രാക്ടിക്കലി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം പക്ഷെ ഞാനത് ചെയ്യും. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ കൽക്കണ്ടം എടുത്ത് പൊടിക്കുവാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പൊടിഞ്ഞു. ഇത് നമുക്ക് ചുമ്മാ അതിൻ്റെ മുകളിൽ കൂടെ ഒരു വെതർ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതവിടെ ഇരിക്കട്ടെ. ഇനി ഇത് കണ്ടു, ഒരു ഹാർട്ടിൻ്റെ പകുതി ഷേപ്പിൽ ഇങ്ങനെ ബേക്കിംഗ് പേപ്പർ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ചുമ്മാ ഒരു സ്ക്വയർ പേപ്പറും കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബേക്കിംഗ് പേപ്പറാണ്. അപ്പോൾ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്തേക്കുന്ന ഈ ബേക്കിംഗ് പേപ്പർ അതിൻ്റെ മുകളിൽ വെക്കും. എന്നിട്ട് നമ്മൾ ചോക്ലേറ്റ് ചൂടാക്കി അതിനകത്ത് കളർ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് തൂക്കും. എന്നിട്ട് ഈ മുകളിലത്തെ പേപ്പർ മാത്രം കുത്തിയെടുത്ത് മാറ്റി വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഷേപ്പിൽ ചോക്ലേറ്റ് കിട്ടും. ഒരു ചോക്ലേറ്റ് ലെയർ കിട്ടും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പെട്ടെന്ന് നമ്മൾ ഈ പൗഡർ ഇടും. അപ്പോൾ ഒരു തിളങ്ങുന്ന എഫക്റ്റിൽ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം ഇതൊന്ന് ഇത് വൈറ്റ് ചോക്ലേറ്റ് ഇതൊന്ന് ചൂടാക്കിയിട്ട് വരാം. ഇത് 30 സെക്കൻഡ് മൈക്രോവേവ് വെച്ച് ചൂടാക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം ഒരു 30 സെക്കൻഡ് ഞാൻ വെച്ചിരുന്നു. അത് ശരിക്കും ഒന്ന് മെൽറ്റ് ആയില്ല. അതുകൊണ്ടൊരു 15 സെക്കൻഡ് വെച്ചു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മെൽറ്റായി കണ്ടോ. നമുക്കൊരു കുറച്ച് കളർ മിക്സ് ചെയ്യാവേ. ഒരു 2 തുള്ളി നോക്കാം, നമുക്ക് കളർ വരുന്നതനുസരിച്ച് വേണമെങ്കിൽ ഇടാം. അപ്പോൾ അത് ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പെട്ടെന്ന് കൽക്കണ്ടം ഇട്ടേക്കാം. അത് കട്ട പിടിക്കുന്നതിന് മുമ്പ് കൽക്കണ്ടത്തിൻ്റെ പൊടി ഇടാം നമുക്ക്. അത്ര മതി, ഒത്തിരി ഉണ്ട. ഇനി നമുക്ക് ഈ അടിയത്തെ പേപ്പർ മാറ്റണം. ബേക്കിംഗ് ഷീറ്റ് വെക്കാം. ബേക്കിംഗ് ഷീറ്റ് റെഡിയല്ല, എടുക്കട്ടെ. ഈ സാധനത്തിൻ്റെ പേര് ബേക്കിംഗ് ഷീറ്റ് എന്നാണോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഇതിനെപ്പം തൽക്കാലം ബേക്കിംഗ് ഷീറ്റ് എന്ന് വിളിക്കും. കൈ കുളവായെങ്കിലും ഇത് കുളവായിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ നാളെ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതിവിടെ വെക്കുവാണ്. ഇതൊന്ന് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ കയറ്റും. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് കട്ടിയായിട്ടിരിക്കും. കട്ടിയായിട്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടിയത്തെ ഷീറ്റ് നാളെ പറിച്ചെടുക്കാം. അന്നേരം ഒടിയാതെ കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എങ്ങാനും ഒടിഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ മാറും, നമ്മൾ വേറെ എന്തെങ്കിലും ഡെക്കറേഷനിലോട്ട് പോകും. ഇതുവരെ ഓക്കെയാണ്. ഇതുവരെ ഉള്ളതെല്ലാം തിയറി അനുസരിച്ച് തന്നെ പ്രാക്ടിക്കലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വിളിക്കട്ടെ. അപ്പം ബാക്കി നാളെ ചെയ്യാം. മാം പുറത്ത് വന്നിട്ടുണ്ട് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും സർപ്രൈസ് കൊണ്ടുവരാതിരിക്കത്തില്ല. നമുക്ക് നോക്കാം എന്നാണ്. ചോറൊക്കെ ഉണ്ടല്ലോ, നല്ല രസമുണ്ടല്ലോ, നല്ല കളർ കോമ്പിനേഷൻ ആണല്ലോ. ശരിക്കും അത് വേറെ മേടിച്ചല്ല, ഇത് കേക്കിന്റെ ആവശ്യമുള്ളൂ എനിക്ക്. ഹലോ. അപ്പം ഇന്ന് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ബാക്കി കേക്കിന്റെ പണിയിലോട്ട് കിടക്കുക കേട്ടോ. കേക്കിന്റെ ഫൈനൽ ഡെക്കറേഷനിലോട്ട് കിടക്കുവാണ്. അപ്പം ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങുവാണ്. അതെ, ഒരു 2 ബഞ്ച് ഫ്ലവേഴ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇത്തരം ഒന്ന് പണി പറയായിരുന്നു. ജിജു കുറച്ച് ഞാൻ റൊമാൻറ്റിക് ഹസ്ബൻഡായിട്ട് ഫ്ലവർ മേടിച്ചിട്ടുണ്ടാണ്. പക്ഷേ ഇത് ഡെക്കറേറ്റ് ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറിയൊരു കണക്കം ഇല്ലാതില്ല. സാല നമ്മൾ കേക്കൊക്കെ കൊടുത്ത് നമുക്ക്
ഒരു ഫോയിൽ പേപ്പർ ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ റിയൽ ഫ്ലവേഴ്സ് അല്ലേ, റിയൽ ഫ്ലവേഴ്സ് ഇട്ട് വെക്കുമ്പോൾ കേക്കിലോട്ട് ശരിക്കും ടച്ച് ചെയ്തിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോയിൽ വെച്ചിട്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ട് അത്തേൽ ഈ ഫ്ലവേഴ്സ് വെക്കും. അപ്പോൾ ആ കേക്കിൽ ടച്ച് ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പകുതിയാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതിനകത്ത് ഏറ്റവും വലിപ്പമുള്ളത് നോക്കി ഈ സൈഡിൽ കൂടെ ഇങ്ങനെ വെക്കാം. അതുകൊണ്ട് 2-3 വെച്ചിട്ട് ബാക്കി മിക്സ് ചെയ്യാം. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ആ ചോക്ലേറ്റിന്റെ ഒരു ഷീറ്റ് ഉണ്ട്, അത് ഫ്രിഡ്ജിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. അത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ, കാരണം അത് എൻ്റെ കയ്യിൽ ചൂട് വന്നു കഴിഞ്ഞാൽ അത് മെൽറ്റായിട്ട് ഒടിഞ്ഞു പോകും. അതുകൊണ്ട് അത് ഏറ്റവും ലാസ്റ്റ് എടുക്കുള്ളൂ. ഇത് ഇച്ചിരി അകത്തേക്ക് വെച്ചിട്ട് നമുക്ക് ഈ ഇടയ്ക്ക് ഈ ഫ്ലവേഴ്സ് വെച്ചാൽ ഒരു ഭംഗി വരും. ഓക്കെ, അപ്പോൾ ഏകദേശം ആ സൈഡിൽ നിന്ന് പ്രോപ്പറായിട്ട് കവറായി. പിന്നെ ഒരു റിബൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ നടുക്ക് ഇങ്ങനെ വെക്കാനാണ്. അത് വെച്ച് കഴിഞ്ഞിട്ട് വെക്കാനുള്ളത്. നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഷീറ്റ് ഓക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. എടുത്ത് കഴിയുമ്പോൾ അറിയാം എന്താവുന്നത്. ഓക്കെ, അപ്പോൾ അത് സെറ്റ്. ഇനി നമുക്ക് ഈ റിബൺ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിങ്ങനെ വെക്കുമ്പോൾ ഒരു ഇംപെർഫെക്ഷൻ വരും. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ റിബൺ എടുത്ത് ഞാൻ ഒരു കെട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നേരെ ഇങ്ങനെ ചേർത്ത് വെക്കും. എന്നിട്ട് ആ ക്രീമൊക്കെ കൂടെ പയ്യെ ഇങ്ങനെ അങ്ങനെയൊക്കെ വെക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഇംപെർഫെക്ഷൻ കാണാൻ പറ്റില്ല. നോക്കിയിട്ട് കൂടെ ഇച്ചിരി ഞാൻ തോർത്തത് ഒരു നല്ല തിളക്കം തിളക്കം ഉദ്ദേശിച്ചു വന്നില്ല. അതുകൊണ്ട് ഈ ഗോൾഡ് പൗഡർ സ്പ്രേ ഉണ്ട്, അത് പയ്യെ നനച്ചു കൊടുക്കാം. നമുക്ക് പുറത്തടിച്ചു നോക്കാം. സെറ്റ്. ഇപ്പം ഒരു തിളക്കം വന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ക്യാമറ എടുത്തുകൊണ്ട് കാണിച്ചു തരാം. അപ്പം ഞാനത് എടുത്തു കഴിഞ്ഞാൽ മൊത്തം കുറവാകും. ഇനി ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു ഗോൾഡൻ കളർ പെയിന്റ് അടിക്കാം. ഇത് ഗോൾഡൻ കളർ പെയിന്റ്, എല്ലാം എഡിബിളാണ് കേട്ടോ. എഡിബിൾ പെയിന്റുകളും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ ചെറുതായിട്ട് പെയിന്റ് ഇട്ടതാണ്. അപ്പം ഏകദേശം സെറ്റായി. ഇനി നമുക്ക് കുറച്ച് 1-2 മുത്ത് ഇടയിൽ കൂടെ ഇടാം. ഗോൾഡൻ മുത്തുകൾ ഇടാം. സ്പ്രിങ്സ് വേണ്ട, മുത്ത് എടുത്തിടാം. സെറ്റ് കാണിച്ചു തരാം. പോലെ ഗിഫ്റ്റാവും. ഞാൻ ഗിഫ്റ്റ് പോലെ ഞാൻ പറയാ. ഞാൻ സീക്രട്ട് ഒക്കെ സൂക്ഷിക്കാൻ അറിയാം. Happy birthday to you.
അങ്ങനെ കൊടുത്തവനെ ചെറുത്ത് അങ്ങനെ മുറിച്ചിട്ട് കൊടുത്തു. നല്ല രസം എനിക്ക് കേക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ശരിക്കും ഇത് ഫെറോ റോഷ കേക്ക് അല്ലേ? ഫെറോ റോഷർ. ഫെറോ റോഷ കേക്ക് എന്റെ ഫേവറേറ്റ് മിഠായിയാണല്ലോ. കൂട് മേടിച്ച് ചെറുതായി പോയായിരുന്നു. എനിക്ക് മാത്രം കഴിക്കാനുള്ള മിഠായി. കുഞ്ഞാക്ക് ഇഷ്ടമല്ല. കുഞ്ഞാക്ക് ഇഷ്ടമില്ല. എന്റെ അമ്മേ കൊച്ചിയോ, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതെന്നാ? ഓ, ഇതിങ്ങനെ പേഴ്സണലൈസ് ഒക്കെ ചെയ്യിപ്പിച്ചാണോ? ഹാപ്പി ബർത്ത്ഡേ ടു ലവ് യു. ഇതുപോലെ ഹാപ്പി ബർത്ത്ഡേ ടു ലവ് യു എന്നൊക്കെ എഴുതിയിട്ട്. താങ്ക് യു. നല്ലൊരു ഏറ്റവും ഉണ്ടല്ലോ. ഇതന്നെ ടു മമ്മി ഫ്രം യുവർ ലിറ്റിൽ സ്റ്റാറോ. ഇന്നൊരു ലിറ്റിൽ സ്റ്റാർ ആണോ ഇത്? ഹാപ്പി ബർത്ത്ഡേ. ലവ് യു മിഞ്ഞ. To Minya. I did not know how to. Wishing you a galaxy full of love from Angelina. No. I don't know how to spell. കുഞ്ഞായോ റൊമാൻറ്റിക് ആയിട്ട് എല്ലാ വർഷം റൊമാൻറ്റിക്. നീ എന്നെ ഒന്ന് ഊഹിച്ചല്ലേ ഞാൻ എഴുതാൻ പോകുന്നത്? ഹാപ്പി ബർത്ത്ഡേ ടു ലവ് യു ഇത്ര എഴുതത്തുള്ളൂ, വേറെ ഒന്നും എഴുതാറില്ല. To my amazing wife on your birthday and always with love. To my love ഇച്ചാൻ. കണ്ടോ, നീ പറഞ്ഞ് തെറ്റിപ്പോയി. നീ കിട്ടുന്നുണ്ടെങ്കിൽ അതിനൊരു മൈ ലവ് അത്രേ ഉള്ളൂന്ന് എനിക്കറിയാം. റൊമാൻറ്റിക് ആയിട്ട് അത്ര അതുപോലെ സംഭവങ്ങളെല്ലാം അത്ര എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കിയിട്ടാണോ വാങ്ങിച്ചത്? അതെല്ലാം വായിച്ചു നോക്കി. അത് കറക്റ്റ് എനിക്ക് പറയേണ്ട അതാന്ന് ഉറപ്പ് വരുത്തിയിട്ടാ ഞാൻ മേടിച്ചത്. ചുമ്മാ പത്തിക്കല്ലേടാ. അല്ല പൊന്നെ, I don't know. I did not see you buy this.